ഹരേ കൃഷ്ണ. ഭഗവത്ഗീതാരൂപം അധ്യായം 15 ശ്ലോകം 3-4. 15-ാം അധ്യായത്തിലെ 3-ാമത്തെയും 4-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ന രൂപമസ്യേഹ തതോപലഭ്യതേ ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന സംപ്രതിഷ്ഠാ നാന്തോ ന ചാതിർന സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാപിതവ്യം തദപദം തത്പരിമാപിതത്വം യസ്മിൻ ഗതാനാനി വർത്തന്തി ഭൂയഃ യസ്മിൻ ഗതാനാനി വർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസൃതാ പുരാണി ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാനാനി വർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസൃതാ പുരാണി ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാനാനി വർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസൃതാ പുരാണി കേട്ടതുപോലെ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാനാനി വർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസിദ്ധാ പുരാണി രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദാപാദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദാ പ്രവൃത്തി പ്രസിദ്ധാ പുരാണേ
पुरुषं प्रपद्ये नरूपमस्येह कथोपलभ्यते रूपमस्येह ततोपलभ्यते नादो न जातेर्न च सम्प्रविष्टा नादो न जातिर्न च प्रतिष्ठा शुद्धमेनं सुविरूढमूलम् अश्वत्थेन सुवीर्यमूलम् असङ्गशास्त्रेण विधेन चित्ता असङ्गशस्त्रेण दृढेन चित्वा पदं तत्परिमाव्ययम् पदं तत्परिमार्गितव्यम् यस्मिन् गजानानुवर्तन्ति भूयः यस्मिन् गतानानुवर्तन्ते भूयः तमेव चाद्यं पुरुषं प्रपद्ये जगत्प्रवृत्तिप्रसुता पुराणे रूपसेके तदोपलभ्यते नान्दो न जागर्न च सम्प्रदृष्टा अश्वत्थमेनं सुविरूढमूलम् असङ्गशास्त्रेण दृढेन चित्वा असङ्गशास्त्रेण दृढेन चित्वा तदा पदं तत्परिमार्गव्यम् पदं तत्परिमार्गितव्यम् यस्मिन् गदाना निवर्तन्ति भूयः यस्मिन् गतानानिवर्तन्ति भूयः तमेव चाद्यं पुरुषं प्रपद्ये तमेव चाद्यं पुरुषं प्रपद्ये यदा प्रवृत्ति प्रस्फुटा पुराणे यदा प्रवृत्ति प्रसुता पुराणी जातिर्न सम्प्रतिष्ठा स्वत्तमेन सुविरूढमूलम् असङ्गशस्त्रेण दृढेन चित्वा परिमार्गितव्यम् यस्मिन् गतानानिवर्तन्ति भूयः तमेव चाद्यं पुरुषं प्रपद्ये यदा प्रवृत्ति प्रसुता पुराणी ചിന്താർത്ഥം ഇഹ ഈ ലോകത്തിൽ അസ്യ ഈ വൃക്ഷത്തിന്റെ രൂപം തഥാ അപ്രകാരം മുമ്പ് വിവരിച്ച പ്രകാരം ന ഉപലഭ്യത്തെ കാണാൻ കിട്ടുന്നില്ല അന്തഃ അന്തവും ആദിഹി ചന ആദിയും അറിയപ്പെടുന്നില്ല സംപ്രതിഷ്ഠ അധിഷ്ഠാനവും അറിയപ്പെടുന്നില്ല സുവിരൂഢ മൂലം നല്ലവണ്ണം അടി ഉറച്ച് ഏനം അശ്വത്ഥം ഈ അശ്വത്ഥത്തെ ദൃഢമായ സംഘശസ്ത്രേണ അനാസക്തി രൂപമായ ആയുധം കൊണ്ട് ചിത്വ ഛേദിച്ചിട്ട് തതഃ അനന്തരം തത്പദം ആ പദത്തെ മുകൾ ഭാഗത്തിലുള്ള മൂലത്തെ പരിമാർഗിതവ്യം അന്വേഷിച്ച് യസ്മിൻ യാതൊന്നിൽ ഗതാഹ ഗമിച്ചവർ ഭൂയഃ വീണ്ടും ന നിവർത്തന്തി തിരിച്ചു വരുന്നില്ല ജനിക്കുന്നില്ല യഥാഹ യാതൊന്നിൽ നിന്ന് പുരാണി ഈ പുരാതനമായ ചിരന്തനമായ പ്രവൃത്തി പ്രസ്തുതമായിരിക്കുന്നു ആദ്യം പുരുഷം ആദിപുരുഷനായ തം ഏവ അദ്ദേഹത്തെ തന്നെ പ്രപദ്യേ ശരണം പ്രാപിക്കണം. നിവർത്തനം ആവർത്തന കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീ പ്രവേശനാനന്ദ ഭക്തിവേദാന്ത സ്വാമി കൃപാ ശ്രീ കൃപാക്കി വിവർത്തനം. ഈ വൃക്ഷത്തിൻ്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിൻ്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേറൊരുച്ചു വരുന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ
വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു വരില്ലയോ ആ ദിവ്യപദം പൂകി സ്മരണാതീതം കാലം മുതൽക്കേയുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. ഭാവാർത്ഥം: ഈ അരയാൽ മരത്തിൻ്റെ യഥാർത്ഥ രൂപം ഭൗതിക ലോകത്തിൽ കാണാവുന്നത് അല്ലെന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. വേര് മേൽപോട്ടായിരിക്കെ വൃക്ഷത്തിൻ്റെ വളർച്ച മറുവശത്തേക്കാണ്. ഭൗതിക ശാഖാ പടലങ്ങളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് വൃക്ഷത്തിൻ്റെ വിസ്തൃതി എത്രയെന്നോ മൂലം എവിടെയെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിലും കാരണം കണ്ടെത്തണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ പുത്രൻ, പിതാവ് ഇന്നയാളുടെ പുത്രൻ എന്നിങ്ങനെ ആരാഞ്ഞു പോയാൽ ഒടുവിൽ ബ്രഹ്മാവിനും പിറവി കൊടുത്ത ഗർഭോദരശായി വിഷ്ണുവിലും എത്താം. പിന്നെ ശ്രീ ഭഗവാനിലും. ഇവിടെ അന്വേഷണം അവസാനിക്കും. ഭഗവജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ട് വേണം ഈ വൃക്ഷത്തിൻ്റെ ആരംഭമാകുന്ന പരമദിവ്യോപുരുഷനെ ആരാഞ്ഞറിയാൻ. അതറിഞ്ഞ ഒരാൾക്ക് ഈ മായികമായ നിഴലിനോട് ആസക്തി ഉണ്ടാവില്ല. അങ്ങനെ ജ്ഞാനം കൊണ്ട് ഈ മായാവൃക്ഷത്തോടുള്ള ബന്ധനമറുത്ത് യഥാർത്ഥ വൃക്ഷത്തിൽ സ്ഥിതി ചെയ്യുവാൻ കഴിയും. അസംഗ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. വിഷയസുഖങ്ങളിലുള്ള ആസക്തിക്കും ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസനയ്ക്കും കരുത്ത് ഏറെയുണ്ട്. ആ കാരണത്താൽ പ്രാമാണിക ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആധ്യാത്മിക ശാസ്ത്രത്തെ ചർച്ച ചെയ്തും ജ്ഞാനികളിൽ നിന്ന് കേട്ട് വൈരാഗ്യം ശീലിക്കണം. ഭക്തജനങ്ങളുമായി സഹവസിച്ച് ആധ്യാത്മിക ചർച്ചകൾ നടത്തുന്നതിൻ്റെ ഫലം ഭഗവത് പ്രാപ്തി തന്നെയാണ്. അടുത്ത കർത്തവ്യം ഭഗവാന് സ്വയം സമർപ്പിക്കലും. എവിടെ ചെന്നെത്തിയാൽ ഈ നേൾവൃക്ഷത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ലയോ ആ പരമപദത്തെ പറ്റി മുമ്പ് പറഞ്ഞുവല്ലോ, അത് ഇവിടെ വിവരിക്കുന്നു. സൃഷ്ടിജാലത്തിൽ ഏതൊന്നിൻ്റെയും നാരായ വേര് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അവിടുത്തെ പ്രസാദം നേടാൻ ആത്മസമർപ്പണം ആവശ്യം. അത് മാത്രമേ വേണ്ടൂ. ശ്രവണ കീർത്തനാദികളായ അനുഷ്ഠാനങ്ങളാൽ ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന സേവനത്തിൻ്റെ ഫലമാണ് ആത്മാർപ്പണം. ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്ക് മൂലകാരണമാണ് കൃഷ്ണൻ. ഇത് ഭഗവാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അഹം സർവസ്യ പ്രഭവ, ഞാനാണ് എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനം. ഭൗതിക ജീവിതമാകുന്ന വൃക്ഷത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം. കൃഷ്ണന് സ്വയം സമർപ്പിതനായ മനുഷ്യൻ ഭൗതിക പടപ്പിൽ നിന്ന് താനെ മുക്തനാവുന്നു. ഓമധ്യാനദിവ്യാംഗസ്യ ജ്ഞാനാഞ്ജനശലായ ചക്ഷുരുൺമീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ഗതാംബീഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീധപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗാതാമൃതന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജൻ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനൃദ ശീർദ വിശാലൻ താംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി മുക്തിനാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരനെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് 15ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു അധ്യായം പുരുഷോത്തമ യോഗം എന്ന അധ്യായമാണ്. നമുക്കറിയാം ഭഗവത്ഗീതയിൽ 2ാമത്തെ അധ്യായത്തിൽ ഗീതാസംഗ്രഹ വിഷയം അത് നമ്മുടെ ശരീരമല്ല ആത്മാവാണ് എല്ലാം തത്വത്തിനെ പറ്റി ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അധ്യായമാണ് 15ാമത്തെ അധ്യായം. ഇപ്പോൾ 2ാം അധ്യായം 5ാമത്തെ അധ്യായമാണ് കൂടുതലായിട്ട് പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ റിസൈറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ അധ്യായത്തിൽ ഭൗതിക ലോകത്തിൻ്റെ താൽക്കാലികതയും ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥനായ ഒരു വ്യക്തിക്ക് എങ്ങനെ അതിൽ നിന്ന് മോചനം നേടാമെന്ന ആ ഒരു വഴിയും ഇതിലും ഭഗവാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല അധ്യായങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പല യോഗപദ്ധതികളെ പറ്റി ചർച്ച ചെയ്തു, 3 ഗുണങ്ങളെ പറ്റി ചർച്ച ചെയ്തു. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ശ്ലോകങ്ങൾ വളരെ കുറച്ചാണെങ്കിൽ കൂടി ഇതിൽ വളരെ വ്യക്തമായിട്ടും ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ താൽക്കാലികമായിട്ടുള്ള ഭൗതിക ലോകത്തിൽ നിന്ന് തൻ്റെ നമ്മൾ വിദ്യാഭ്യാസം കാരണമാണ് നമ്മൾ ഈ ലോകത്തിൽ
വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാൻ സാധിക്കുമെന്നും പരമജീവന മോഷനായ ഭഗവാന്റെ നാമത്തിലൂടെ എങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകത്തിൽ കണ്ടു അപ്പം എങ്ങനെയാണ് ഈ ഒരു വൃക്ഷത്തിൻ്റെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് വെള്ളത്തിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വൃക്ഷത്തിൽ അതിൻ്റെ വേരുകൾ മുകളിലോട്ടും ശാഖകൾ കീഴോട്ടും പോകുന്നു എന്ന രീതിയിലാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വൃക്ഷത്തിൽ നമുക്കറിയാം, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ചില്ലകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രതൃപ്തിയാണ് ആക്ച്വലി. കാരണം ആ ചില്ലകളിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ കൂടുതൽ നമ്മൾ ഇന്ദ്രതൃപ്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരമാണെന്നുള്ള ബോധത്തിലോട്ട് വരികയാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ കൂടുതൽ ആസക്തനാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അറിയാൻ വൃക്ഷത്തിന് എടുത്താൽ കാണാൻ സാധിക്കും, അതിൻ്റെ ശാഖകൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇവിടെ നിന്നാണ് അവസാനം നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഇലയിൽ നിന്ന് വരുന്ന ആ വേര് വീണ്ടും മണ്ണിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മൾ ഭൗതികമായിട്ട് ഇന്ദ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഈ ഭൗതികലോകത്തിലോട്ട് ആസക്തനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വേരിന് ഉദ്ദേശം എന്താണ്, നമ്മൾ വീണ്ടും ഭൗതികലോകത്തിൽ ജന്മമരണ ചക്രത്തിലോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആസക്തി ഇല്ലാതിരിക്കാൻ സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലും നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും ഈ ആസക്തിയൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് ചിന്തിക്കും. പക്ഷേ അതൊരിക്കലും നടക്കുന്നൊരു കാര്യം അല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ജ്ഞാനം കൊണ്ടാണ് നമുക്ക് ആ ആസക്തിയെ മാറ്റിയെടുക്കണം. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം നേടുന്ന വ്യക്തിക്ക് എവിടെയാണ് റിയലായിട്ട് അദ്ദേഹത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് ആസക്തി കൊടുക്കണമെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല, ഞാൻ ഇപ്പോൾ ഭൗതിക ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനെയും ത്യാഗം ചെയ്ത് ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. നമുക്ക് കുടുംബത്തിനെയോ കുട്ടികളെയോ എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് മുമ്പ് പോകാൻ നടക്കുന്ന കാര്യമില്ല. പക്ഷേ ഭഗവാൻ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ അവബോധത്തെ കൃഷ്ണാമത്തിലോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തി ഒരു സ്ത്രീയായാലും ശരി, പുരുഷനായാലും ശരി, കുട്ടിയായാലും ശരി, ഗൃഹസ്ഥനായാലും ശരി, വാനപ്രസ്ഥനായാലും ശരി, സന്യാസിയായാലും ശരി, ബ്രഹ്മചാരിയായാലും ശരി, ഏതൊരു വ്യക്തിക്കും പരമപദത്തിലോട്ട് പോകാൻ സാധിക്കുന്നത് ഭഗവാൻ പറയുന്നു. അപ്പം ഞാനൊരു ലെക്ചറിൽ കേട്ടൊരു കാര്യമായിരുന്നു. അപ്പം റീസെൻ്റ് നമുക്കറിയാം, നാളെ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിൻ്റെ തിരോഭാവ ദിനമാണ്. അതിൽ ശ്രീല പ്രഭുപാദ് അദ്ദേഹം 1936 ഡിസംബർ 31 എന്ന തീയതിയിലാണ് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ഈ ഒരു ഇഹലോകവാസം വെടിഞ്ഞത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതി ഡിസംബർ 13, 1936. അപ്പോൾ ആ കത്തിൽ എഴുതിയ സമയത്ത് അന്ന് പ്രഭുപാദ് ബോംബെയിലായിരുന്നു, അദ്ദേഹം ജോലി ചെയ്യുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആക്ച്വലി ഇപ്പം ഞാൻ അദ്ദേഹം എഴുതി, എൻ്റെ ഗുരു മഹാരാജാവേ, ഞാൻ ഇവിടെ ബോംബെയിലാണ്, അങ്ങയുടെ ശിഷ്യന്മാരാണെങ്കിൽ അവിടെ ബ്രഹ്മചാരി ആയ ശിഷ്യന്മാരും അല്ലെങ്കിൽ സന്യാസിമാരായ ശിഷ്യന്മാരൊക്കെ അങ്ങയുടെ കൂടെ എപ്പോഴും ഇരിക്കുന്നുണ്ട്, എപ്പോഴും അങ്ങനെ സേവനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനാകട്ടെ ഞാനിവിടെ ബോംബെയിൽ ഈ ഒരു നഗരത്തിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് അങ്ങേ സേവനം ചെയ്യുക എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം, ശ്രീല പ്രഭുപാദിനെ 1922 ആദ്യം കണ്ട സമയത്തും ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പറഞ്ഞത്, നീ വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ നിനക്ക് എന്തെങ്കിലും പണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നീ ഈ ഒരു പുസ്തകങ്ങൾ, ഈ ശാസ്ത്രങ്ങളെ ഇംഗ്ലീഷ് ഭാഷയിൽ അത് തർജ്ജിമ ചെയ്ത് അതിനെ വിതരണം ചെയ്യണമെന്നാണ് ഒരു ഇൻസ്ട്രക്ഷനാണ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ശ്രീല പ്രഭുപാദിന് കൊടുത്തത്. അപ്പോൾ അവസാനത്തെ ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ 1936 ആ തിരിച്ചെഴുതിയ കത്തിലും, അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ രണ്ടും ഒന്ന് തന്നെയായിരുന്നു. അതേ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഗുരു അദ്ദേഹത്തിന് കൊടുത്തത്. അതായത് നീ ഇതുപോലെ തന്നെ നിനക്ക് ഇതുപോലെ ഒരുപാട് ധനം സംഭരിച്ച ശേഷം ഇതുപോലെ തന്നെ ഈ പാശ്ചാത്യ ദേശത്തിൽ പോയി നീ പ്രചരണം ചെയ്യണം കൃഷ്ണഭക്തി. അത് തന്നെയായിരിക്കും നിനക്കും സന്തോഷം നൽകുന്നത്, ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം നൽകുന്ന ഒരേ ഒരു പ്രവൃത്തിയും അതാണ് എന്ന കാര്യമാണ് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ശ്രീല പ്രഭുപാദ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം നമ്മുടെ ബാഹ്യമായിട്ടുള്ള അവസ്ഥയല്ല കാര്യം, നമ്മുടെ അവബോധമാണ് ഇമ്പോർട്ടൻസ് എന്ന കാര്യമാണ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഏതൊരു ആശ്രമത്തിലാണോ ഉള്ളതല്ല കാര്യം, നമ്മൾ ഏത് അവബോധത്തോടെയാണ് നമ്മൾ സേവനം ചെയ്യുന്നുള്ളതാണ് കാര്യം എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് പ്രഭുപാദിന് ആ ഇൻസ്ട്രക്ഷൻ 1922 കിട്ടിയെങ്കിലും അദ്ദേഹം അത് നിറവേറ്റിയത് നമുക്കറിയാം. 1959 അദ്ദേഹം സന്യാസം എടുത്ത്, പിന്നെ 1965 അദ്ദേഹം അമേരിക്കയിൽ പോയി പ്രചരണം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എൻ്റെ ഗുരു മഹാരാജ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഇതാണ്, അപ്പോൾ അതിന് നമ്മൾ മനസ്സിൽ വെച്ചു. അപ്പോൾ ആ ഒരു സുപ്രീം അല്ലെങ്കിൽ ആ ഒരു ഫൈൻ ഇൻസ്ട്രക്ഷൻ അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സേവനങ്ങൾ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്കും അതുപോലെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഭഗവത്ഗീതയുടെ ഗുരുവര്യമായി നമുക്ക് തരാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ, അതിൽ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ നമുക്കൊരു
ഒരു ഇതായിട്ട് തോന്നും, ഒരു ഇൻസ്പിറേഷനായിട്ട് തോന്നും, ഞാൻ അതിനെ ഏറ്റെടുക്കണം, അത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മാറ്റണമെന്ന് ചിന്തിച്ചുകൊണ്ടൊരു വ്യക്തി അതിനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി യത്നിക്കുന്ന ഒരു വ്യക്തിക്ക് കാലക്രമേണ അദ്ദേഹത്തിന് ഈ ഒരു ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഈ ഒരു അരയാൽ വൃക്ഷത്തിൻ്റെ വേരെന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കില്ല. അതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല തടിയുള്ളതാണ്, നമുക്ക് ഒറ്റയടിക്ക് അതിനെ മുറിച്ച് കളയാൻ നമുക്ക് സാധിക്കില്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാകും? ഒരു മരത്തിൻ്റെ വേര് പിഴുത് കളയണമല്ലോ, നമ്മൾ അതിൻ്റെ മുകളിൽ മാത്രം അത് കട്ട് ചെയ്തതിന് കാര്യമില്ല, അത് വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പം ഭക്തി ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ ധനം സമ്പാദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേരോ പ്രശസ്തി കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും ഭക്തി. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ നമ്മുടെ കർമ്മം അനുസരിച്ച് കിട്ടുകയും, പക്ഷെ നമുക്ക് റിയലി നമ്മുടെ വീണ്ടും എങ്ങനെയാണോ ഈ ഒരു മരം തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് പല പല ജനനം എടുക്കേണ്ടി വരും. അതേ സമയത്ത് നമ്മൾ ഇതിനെ വേരോടെ പിഴുതെറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയലായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജന്മപൃഥ്വി ജരാവധി, അങ്ങനെ നമ്മൾ ഭഗവാനെ മറന്ന് ആസ്വദിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? തിരിച്ച് നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുക, അത് പ്രേമത്തോടെ സ്നേഹത്തോടെ നമ്മൾ സേവനം ചെയ്യുകയാണ് നമുക്ക് ആ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താലും നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ഒരു സംതൃപ്തി നേടാൻ സാധിക്കില്ല. നമ്മൾ പറയുന്ന പോലെ തന്നെ എന്താണ്, നമ്മളൊരു തേൻ കുപ്പിയുണ്ട്. ഇപ്പോൾ തേൻ കുപ്പിയിൽ നമ്മൾ മൂടി തുറക്കാതെ അതിൻ്റെ പുറത്തുനിന്ന് നമ്മൾ എത്രത്തോളം അതിനെ നുകരാൻ ശ്രമിച്ചാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഭൗതിക ലോകത്തിൽ നമുക്ക് പലതും കാണുമ്പോൾ ഒരു തേൻ കുപ്പി പോലെ തോന്നും, നമ്മൾ അതിനെ പോയി തൊട്ട് കഴിഞ്ഞാൽ രുചിക്കാൻ പറ്റും തോന്നും. പക്ഷെ നമ്മൾ ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കൃഷ്ണാബോധത്തിലുള്ളത്. നമ്മൾ എപ്പോഴാണോ ഒരു ഗുരുവിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഭക്തമായിട്ട് അസോസിയേഷൻ നമ്മൾ ഇങ്ങനെയാണ് ഒരു തേൻ കുപ്പി തുറന്ന് അതിനെ കുടിക്കുന്നത്, അപ്പോൾ നമുക്ക് രുചി കിട്ടുന്ന പോലെ തന്നെ ഗുരുവിൻ്റെയും ഭഗവാന്റെ ഭക്തമാരുടെ കാര്യം കൊണ്ടാണ് കൃഷ്ണാബോധം എന്ന ആ ഒരു അമൃതാവുന്ന രുചി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ എത്രത്തോളം നമ്മൾ ഭഗവാനെ മറന്ന് നമ്മൾ സന്തോഷിക്കാൻ ശ്രമിച്ചാലും തേൻ കുപ്പിയുടെ പുറത്ത് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ അസംഗ എന്നൊരു വാക്ക് ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന വിഷയസുഖങ്ങളുള്ള ആസക്തിക്കും ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസനയ്ക്കും കരുത്തേറിയണം അല്ലേ? അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ എത്രത്തോളം നമ്മൾ ചിന്തിക്കും, ഞാൻ ഈ ഒരു കാര്യം ചെയ്യില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്ന് ചിന്തിച്ചാലും പലപ്പോഴും നമുക്ക് നമ്മുടെ വിഷയസുഖം അല്ലെങ്കിൽ നമുക്ക് ഇന്ദ്രിയതൃപ്തിക്കുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ നമ്മൾ അതിന് വീണ് പോകാറുണ്ട് പലപ്പോഴും. അപ്പം അത്രത്തോളം ശക്തിയേറിയതാണ് നമ്മൾ വിഷയസുഖങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അപ്പം അങ്ങനെയുള്ള വിഷയസുഖത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഭഗവാന്റെ കാരുണ്യം നേടാൻ സാധിക്കുക? അപ്പോൾ ഭഗവാന്റെ കാരുണ്യം നേടാൻ നമുക്ക് എന്താ ചെയ്യുക? ഭക്തന്മാരുടെ സംഘത്തിൽ വരിക, ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. അങ്ങനെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്കാണ് കാലക്രമേണ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് ഒരു തിയററ്റിക്കലായിട്ട് മനസ്സിൽ നിൽക്കുകയായിരുന്നു, പക്ഷെ ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എപ്പോഴാണോ നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ സേവനം ചെയ്യുകയും ഭക്തന്മാരെയും ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഈ ഒരു ജ്ഞാനത്തിനെ പ്രാവർത്തിയാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഈ ആധ്യാത്മികശാസ്ത്രത്തിനെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ എത്രത്തോളം ശ്ലോകങ്ങൾ പഠിച്ചാലും ഭഗവത്ഗീതയെ നമ്മൾ പേജ് മറിച്ച് അങ്ങോട്ടും നോക്കിയാലും നമുക്ക് ചിലപ്പം കുറച്ച് ശ്ലോകങ്ങൾ പറയാൻ സാധിക്കുമായിരിക്കും, ചിലപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ നമുക്ക് റിയലി ഇതിനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭക്തന്മാരെ സേവനം ചെയ്ത് ഭഗവാനും അവരെ പ്രീതിപ്പെടുത്തുന്ന ബോധത്തോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ജ്ഞാനം പൂർണ്ണമായിട്ടും നമ്മുടെ ലൈഫ് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ഇതിൽ നമുക്ക് അതിൽ ദൃഢനിശ്ചയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് അറിയാം, നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമിനേഷൻ അല്ലേ, ദൃഢനിശ്ചയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ദൃഢനിശ്ചയം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. നമ്മൾ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ചിന്തിക്കും, പക്ഷെ നമ്മൾ പലപ്പോഴും എണീക്കാൻ പറ്റാതാവും, കാരണം നമുക്ക് ദൃഢനിശ്ചയത്തിൻ്റെ കുറവാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇത് ചെയ്യുന്നത്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് എന്തിനാണെന്നുള്ള ബോധത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനീളം നമുക്ക് ആ കാര്യം ഫോളോ ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ചിലപ്പം ഭക്തന്മാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഭക്തനായതുകൊണ്ട് ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് ചിന്താഗതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനീളം ചെയ്യാൻ സാധിക്കില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കുകയാണ്, ഞാൻ ചെയ്യുന്ന ഈ ഓരോ കാര്യം കൊണ്ട് എനിക്ക് എൻ്റെ ഭഗവാനുമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ബന്ധം വൃത്തിയെടുക്കാനും ഭഗവാനുള്ള സ്നേഹം കൂട്ടാനുമുള്ള കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മളതിനെ ഇത് ചെയ്യാൻ നമ്മൾ സേവനം നമുക്ക് കണ്ടിന്യൂ മുന്നോട്ട് പോകാൻ സാധിക്കും.
നമ്മൾ ചിന്തിക്കുക, ഞാൻ ചെയ്യുന്ന ഓരോ സേവനങ്ങളും എന്നെയും ഭഗവാനും തമ്മിലുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാനാണ് എന്നുള്ള ബോധത്തോടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു അവസ്ഥയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രങ്ങൾ പരിശുദ്ധ ഭക്തിയെ പറ്റി ഇത്രയും, ശ്രീമദ് ഭാഗവതമായാലും ശരി അതിൽ പരിശുദ്ധ ഭക്തിയെ പറ്റി ഇത്രയും പറയുന്നത്. കാരണം പരിശുദ്ധ ഭക്തിയോട് മാത്രമാണ് നമുക്ക് ആക്ച്വലി ഭഗവാനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത് ഭക്തിയാമാം അഭിജാനാതി. ഭക്തിയോട് മാത്രമാണ് നമുക്ക് ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജ്ഞാനം കൊണ്ടോ കർമ്മം കൊണ്ടോ യോഗം കൊണ്ടോ ഒരിക്കലും നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് സേവനങ്ങൾ ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കാം, നമുക്കത് പറയാൻ എളുപ്പമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ഇത് ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ്, ഭഗവാന് സന്തോഷം കൊടുക്കാനാണുള്ള ബോധത്തോടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സേവനം ഉടനീളം നമുക്ക് ചെയ്തു പോകാൻ സാധിക്കും. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ തിരുനാമങ്ങൾ നമുക്ക് ഏതൊരു അവസ്ഥയിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആരെങ്കിലും പറയാൻ സാധിക്കും എനിക്ക് ജപിക്കാൻ സാധിക്കില്ല എന്ന് പറയാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും ഇല്ല. അതിന് ഒരു ചിലവോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ആശ്രയമോ ആവശ്യമില്ല. നമ്മൾ എവിടെയായാലും നമ്മൾ നടക്കുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ശരി, എപ്പോൾ വേണമെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കാം. അപ്പോൾ ഭഗവാൻ അത്രയും കാരുണ്യപൂർവ്വമായിട്ടാണ് ഭഗവാൻ നാമ അവതാരത്തിൽ അവതരിച്ചിരുന്നത്. കലികാല നാമരൂപ കൃഷ്ണ അവതാരം. കലികാലത്തിൽ ഭഗവാൻ നാമരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നാമരൂപത്തിലാണെങ്കിൽ കൂടി നമുക്ക് ചിലപ്പോൾ തോന്നും ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു പേരല്ല, ഇതിലെന്താണ് കാര്യം. പക്ഷേ നമ്മൾ പറയുന്നത് ശീലപ്രഭാത എക്സാമ്പിൾ പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഫോൺ കോൾ വിളിച്ച് ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയുടെ പേര് പറയുകയാണെങ്കിൽ ആ പ്രത്യക്ഷത്തിൽ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല, അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഭഗവാൻ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഈവൻ നമ്മൾ പ്യൂരിഫൈഡ് അല്ലാതെ നമുക്ക് ഭഗവാനെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഭഗവാൻ അവിടെ പ്രസന്റ് ആണ് എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിരന്തര വ്യക്തി ആ തിരുനാമങ്ങളെ ആശ്രയിച്ച് ശ്രദ്ധയോടെ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് കാലക്രമേണ ഭഗവാന്റെ ആ പ്രസൻസ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ മൂവ്മെൻറ്റ് തന്നെ പറയുന്നത് നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മൾ പല പല സേവനങ്ങൾ ഉണ്ടാകുമായിരിക്കും, നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യായിരിക്കും, പുസ്തക വിതരണം ചെയ്യായിരിക്കും, ബുക്ക് വായിക്കുകയായിരിക്കും. പക്ഷേ തിരുനാമ ജപത്തിനെയാണ് നമ്മൾ ആശ്രയിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം പ്രഭുപാദ് തന്നെ പറയുന്നത് നമ്മുടെ 90% ആധ്യാത്മിക പ്രകൃതി എന്ന് പറയുന്നതാണ്, പുരോഗതി എന്ന് പറയുന്നത് നാമജപത്തിലാണ് പ്രഭുപാദ് പറയുന്നത്. കാരണം എല്ലാ അൾട്ടിമേറ്റ്ലി ഈ ബുക്കുകൾ പ്രഭുപാദ് എഴുതിയതും അല്ലെങ്കിൽ നമ്മൾ ഈ സേവനങ്ങളുള്ള ലിസ്കോൾ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതും ഭക്തമായ സംഘം തന്നതും ഇതൊക്കെ തന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടി അതായത് നാമം ജപിച്ച് അദ്ദേഹത്തിൽ നിന്ന് സേവനത്തിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, നമ്മൾ നാമം ജപിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ണടച്ചിരിക്കുന്ന ജസ്റ്റ് മെഡിറ്റേഷൻ മാത്രമല്ല, ആക്ച്വലി നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഭഗവാന്റെ എന്താ ചെയ്യുന്നത്, നമ്മൾ സേവനത്തിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ്. അല്ലേ, എൻ്റെ രാധാരാണ് എൻ്റെ കൃഷ്ണ അങ്ങേ എൻ്റെ സേവനത്തിൽ നിരന്തരമാക്കുള്ള പ്രാർത്ഥനയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ആരാണോ ആത്മാർത്ഥമായിട്ടും ആ പ്രാർത്ഥന സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന് സേവനങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് നമുക്ക് വളരെ എളുപ്പമായിട്ടും ആ ഒരു ഡിറ്റാച്ച്മെന്റ് പുറത്തു വരാനുള്ള ഒരു വഴി. അപ്പോൾ നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് ശ്രവണക്കീഴത്തിലാണ് ഭഗവാനെ പറ്റി കേൾക്കുക കാര്യമാണ്. അല്ലേ, നമ്മൾ എത്രത്തോളം ഭഗവാനെ പറ്റി കേൾക്കുന്നു അത്രത്തോളം നമ്മൾ അവബോധം പ്യൂരിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ഭാഗത്തിൽ പറയുന്നത് മഹത്സേവാദ്വാരം ആഹുർമുക്തൈസ് തമോദ്വാരം യോഷിത സംഗീ സംഘം, നമ്മൾ എത്രത്തോളം മഹത്സേവം പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്നു അത്രത്തോളം അവരെ സേവനങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്ന് പുറത്തു വരാനുള്ള വളരെ എളുപ്പമായിട്ടുള്ള അവസരമാണ്. നമ്മൾ എപ്പോഴൊക്കെ നമുക്കിങ്ങനെ പരിശുദ്ധ ഭക്തന്മാരൊക്കെ വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ സേവനം ചെയ്യാനുള്ള അവസരം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ശ്രദ്ധയോടെ കേൾക്കാനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ അവരുടെ സേവനം ചെയ്യാം. അതിലൂടെ നമുക്ക് വളരെ എളുപ്പമായിട്ടും നമുക്ക് ഭൗതിക ആസക്തിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഭൗതിക ആസക്തി പുറത്തു വരും നമ്മൾ നമ്മൾ പരിശ്രമിച്ചാൽ കൂടി അത് ഒരുപാട് വർഷങ്ങൾ എടുക്കുകയായിരിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരിൽ നിന്ന് സന്തോഷിപ്പിക്കുന്ന അവരുടെ കാര്യങ്ങൾ നമുക്ക് കിട്ടണം, അവരുടെ ബ്ലെസ്സിങ്സ് കിട്ടണം. അങ്ങനെ ചെയ്യുന്ന പക്ഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇന്ന് സംഭവിക്കുന്നു. നമുക്ക് വളരെ എളുപ്പമായിട്ടും ഭൗതിക ആസക്തിയിൽ നിന്ന് പുറത്തു വരാനും അതുപോലെ തന്നെ ഭഗവാന്റെ സേവനങ്ങളിൽ നമുക്ക് ഇതുപോലെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ ദൃശ്യത്തോടെ നമുക്ക് സേവനം ചെയ്യാനുള്ള അവസരവും നമുക്ക് കിട്ടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഭഗവാനാണ് എല്ലാത്തിനും സ്രോതസ് ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് നമ്മൾ സേവനം ചെയ്ത് പൂർണ്ണമായിട്ട് അത് ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൗതികലോകമാവുന്ന ഈ ഒരു ഭൗതികവൃക്ഷമാകുന്ന ഇതിൽ നിന്ന് ആസക്തിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം പറയുന്നത്. ഞാൻ ഒരു 10 മിനിറ്റ് എന്തായാലും ഈ ഒരു മാസം നോക്കാനേ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജൻ്റെ തിരുവാതിരം കൂടിയാണ്. അപ്പം ഞാൻ ഒരു ലെക്ചറിൽ കണ്ട് 1-2 പോയിന്റ് ഷെയർ ചെയ്യാം. കാരണം അദ്ദേഹത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞു പരിശുദ്ധ ഭക്തിനെ പറ്റി ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള നല്ല ഗുണങ്ങൾ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് കാര്യം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജൻ്റെ ഒരു ഇതുപോലെ തന്നെ 1968 ഷീല പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ തിരുവോഭാവ ദിനത്തിൽ ലോസ് ഏഞ്ചൽസിൽ വെച്ചൊരു ലെക്ചർ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ലെക്ചർ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഷീല പ്രഭുപാദ് പറഞ്ഞു ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജൻ എനിക്ക് തന്ന കർത്തവ്യമാണ്
ഈ കൃഷ്ണാമൃത പ്രസ്ഥാനം ഈ പുസ്തക വിതരണം ചെയ്യണം. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. ഇത് എൻ്റേത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ജനറേഷൻസിൻ്റെ കർത്തവ്യമാണെന്ന് ശീല പ്രഭുപാദ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ ശേഷം അപ്പോൾ ചെറിയൊരു പെൺകുട്ടി അവിടെ എണീറ്റ് നിന്ന് ശീല പ്രഭുപാദ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പം ശീല പ്രഭുപാദ് ചോദിച്ചു. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ചെറിയൊരു കുട്ടി എണീറ്റ് പ്രഭുപാദത്ത് ചോദിച്ചു. പ്രഭുപാദത്ത് ചോദിച്ചു, അങ്ങ് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജാവ് മാമ്പഴം കഴിച്ചില്ല എന്ന് ചോദ്യം ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ അതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ 4-5 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ഒരു മാമ്പഴം അദ്ദേഹം ജസ്റ്റ് കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തെ കഴിച്ചു. അപ്പോൾ കഴിച്ച സമയത്ത് ചെറിയൊരു കുട്ടിയാണ്, നമുക്കറിയാം, നമ്മളിപ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ഓഫർ ചെയ്യാതെ പല കാര്യങ്ങൾ കഴിക്കാറ്. അപ്പം അങ്ങനൊരു കുട്ടി ആ ഒരു മാമ്പഴം എടുത്ത് നമ്മൾ ഇവിടെ തന്നെ കഴിച്ചു. അപ്പോൾ കഴിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശീല ഭക്തിനോട് ഠാക്കൂർ ഉടനെ വന്നിട്ട് വളരെ ലളിതമായിട്ട് ഒന്ന് പറഞ്ഞു, അല്ലയോ മകനെ, ഭഗവാൻ സമർപ്പിക്കാത്ത ഒരു കാര്യം കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറച്ച് ഒരു തീരുമാനം വന്നു. അപ്പം ഞാൻ ഇനി മുതൽ ഈ മാമ്പഴം ഇനി സ്വീകരിക്കില്ല, ഞാൻ വലിയൊരു അപരാധിയാണ് എന്ന തോന്നൽ അദ്ദേഹത്തിന് മനസ്സിൽ വന്നു. കാരണം ഞാൻ ഭഗവാൻ സമർപ്പിക്കാതെ ഇത് കഴിച്ചല്ലോ എന്ന ഒരു അവബോധം അദ്ദേഹം ആ ചെറിയ കുഞ്ഞിൻ്റെ മനസ്സിലാണ് ഒരു ബോധം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് 60-70 വയസ്സായ സമയത്ത് കൂടി പലപ്പോഴും ശിഷ്യന്മാർ വന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ മാമ്പഴങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ എളിമത്വത്തോടെ പറയും, അല്ലെങ്കിൽ ശിഷ്യന്മാരെ, ഞാൻ ഒരു അപരാധിയാണ്, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഒരു മാമ്പഴം ഭഗവാന് സമർപ്പിക്കാതെ കഴിച്ചു, അതുകൊണ്ട് എനിക്കിത് സ്വീകരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് അദ്ദേഹം തിരിച്ചു പറയും. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഈ ഒരു കുട്ടി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് മാമ്പഴം കഴിക്കുന്നില്ല. അതേ സമയത്ത് ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ ചൈതന്യ ലീലയിൽ അവിടെ നമുക്കറിയാം, അപ്പോൾ ചൈതന്യ ലീലയിൽ വന്നിട്ട് ഭഗവാൻ സമർപ്പിക്കാതെ തന്നെ പലപ്പോഴും അദ്ദേഹം പല കാര്യങ്ങളും കഴിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ലീലയിൽ കാണുന്ന സമയത്ത്. അപ്പം അങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ശീല പ്രഭുപാദ് ഒരു ഉത്തരം കൊടുത്തു. ഉത്തരം കൊടുത്ത് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പം അദ്ദേഹം ഒരു വികൃതിയായ ഒരു കുട്ടിയാണ്. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനാണ്, ഒരു വികൃതിയായ കുട്ടിയാണ്. പക്ഷെ അതേ സമയത്ത് എൻ്റെ ഗുരു മഹാരാജ് എന്ന ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജെന്റിൽ ഒരു ബോയാണ്. അപ്പോൾ അദ്ദേഹം വളരെ വിനീതമായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ അദ്ദേഹം അങ്ങനെ ഒരു ഉത്തരവാണ് അതിൽ കൊടുക്കുന്നത്. അത്രത്തോളം ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് സ്റ്റിക്ക് ഓൺ ചെയ്യായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ പലപ്പോഴും ഒരു സിംഹഗുരു അല്ലെങ്കിൽ ലൈൻ ഗുരു എന്ന രീതിയിലാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പലപ്പോഴും ഇത് പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയലി നമുക്ക് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവോപാധ്യമാണ് അദ്ദേഹത്തിൻ്റെയും ശീല പ്രഭുപാദിൻ്റെ കാര്യം നേടാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത്. അതെന്താണ് നമുക്കറിയാം, ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താണ്, ഈ ഒരു പുസ്തകങ്ങൾ വിതരണം ചെയ്യാവുന്ന കാര്യമാണ്. അതേ ഇൻസ്ട്രക്ഷൻ ശീല പ്രഭുപാദം ചെയ്തു. അപ്പോൾ അതിന് അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് എല്ലാവർക്കും വന്നിരിക്കുന്നത്. എത്രത്തോളം നമ്മൾ പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ ബാക്കിയുള്ള വ്യക്തികൾ എത്തിക്കുന്നു, അത്രത്തോളം നമുക്ക് പ്രഭുപാദിൻ്റെയും ആചാര്യ പരമ്പരയുടെയും ഭഗവാന്റെ കാരുണ്യം കിട്ടും. കാരണം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പലപ്പോഴും ശീല പ്രഭുപാദിൻ്റെ കാരുണ്യം നമ്മൾ പല പല സേവനങ്ങൾ ചെയ്യുകയായിരിക്കും. പക്ഷെ ആ സേവനങ്ങൾ എത്രത്തോളം ഭഗവാൻ പ്ലീസ്ഡ് ആണോ അല്ലയോ ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏതൊരു വ്യക്തിയാണ് ശീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ ബാക്കിയുള്ള വ്യക്തികൾ കൊടുക്കുന്നത്, അപ്പോൾ അവർക്ക് പ്രഭുപാദിൻ്റെ കാര്യം ഉറപ്പാണ് എന്ന കാര്യം പ്രഭുപാദ് പലതവണയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു അവസരം കൂടിയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഗീതാ ജയന്തി മാസം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, എല്ലാ ഭക്തന്മാരും അതിൽ വിനീതമായിട്ടും ടെമ്പിൾ മാനേജ്മെൻ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയാണ്. എല്ലാവരും അവർക്കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവരും ഈ ഭഗവത്ഗീതാ ജയന്തി മാസത്തിൽ പുസ്തക വിതരണം ചെയ്യുക. അവർക്കൊണ്ടാവുന്ന രീതിയിൽ നമുക്കറിയാം, ഫോണിൽ എത്രയോ കോൺടാക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വ്യക്തികളുണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ചോദിച്ച് ഈ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം അവരുടെ കയ്യിൽ എത്തിക്കാം. അപ്പോൾ പ്രഭുപാദ് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തിയെടുത്ത് 1-2 മിനിറ്റ് നമ്മൾ പ്രീച്ച് ചെയ്യും, സംസാരിക്കും, അല്ലേ, പ്രീച്ച് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ 1-2 സമയത്ത് ഈ പ്രചരണം കൊണ്ട് എന്താണ് ഗുണം, പക്ഷേ എൻ്റെ ഒരു പുസ്തകം ഒരു വ്യക്തിയുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറുമെന്നാണ് പ്രഭുപാദ് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രഭുപാദിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു ഗ്രന്ഥമല്ല. ശരി, എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൂടി കൊണ്ടുവന്നൊരു ഗ്രന്ഥമാണ് ഈ ശീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥം. അപ്പം അതിനൊരു അവസരമാണ് നമുക്ക് ശീല പ്രഭുപാദിനെ ഡയറക്റ്റായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു അവസരമാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഈ ഒരു 12 മാസത്തിൽ ജനുവരി മുതൽ നവംബർ വരെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ സാധന ഭക്തി ചെയ്യും, പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളൊരു മാസമാണ്. നമ്മൾ ആർജിച്ച കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളൊരു മാസമാണ് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത്. നമുക്ക് ആവുന്ന രീതിയിൽ നമ്മൾ എല്ലായിടത്തും ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ എത്തിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആക്ച്വലി ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫയർ സാക്രിഫൈസ് പോലെയാണ്. ഞാൻ ലെക്ചറിൽ കേട്ടൊരു കാര്യം കൂടിയാണ്. അപ്പം അതിൽ പറയുന്നു, നമ്മൾ പണ്ട് കാര്യങ്ങൾ വൈദിക കാലങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അപ്പം
ഗുരുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെന്തെയും ഗുരുകുലത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാർ അവർ കാട്ടിൽ പോയിട്ട് അവരെന്താ ചെയ്യുക, അവർ വിറക് കഷ്ണങ്ങൾ കൊണ്ടുവരും അല്ലെ, വിറക് കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് ഗുരുവിന് കൊടുത്ത് ഗുരുവാണ് അതിനെ സമർപ്പിക്കുന്നത് ആഹുതി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അവർ പല യജ്ഞങ്ങൾ ചെയ്യും അങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചിലപ്പം നമുക്കറിയാം ത്രേതായുഗത്തിലൊക്കെ ആൾക്കാർ ഗോമേധ യജ്ഞം അല്ലെങ്കിൽ അശ്വമേധ യജ്ഞം എന്ന രീതിയിലൊക്കെ യജ്ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഒരു ലെക്ചറിൽ വൈശേഷിക പ്രഭു പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ആക്ച്വലി ഒരു ലീഡറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫയർ സാക്രിഫൈസ് അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഈ ഒരു യജ്ഞവും സങ്കീർത്തനയ്ക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്. അപ്പോൾ നമുക്കറിയാം കലിയുഗത്തിലെ യജ്ഞം എന്താണ്, സങ്കീർത്തന യജ്ഞം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പശുവിനെയോ അല്ലെങ്കിൽ ആടിനെയോ നമ്മൾ യജ്ഞത്തിലിട്ട ശേഷം അല്ലേ, നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ബ്രാഹ്മൺ മന്ത്രോച്ചാരണം ചെയ്ത ശേഷം ആ ഒരു പശുവോ അല്ലെങ്കിൽ ആട് എന്തായിട്ട് വരും, ഒരു ഹ്യൂമൻ ബീങ് അല്ലെ, ഒരു മനുഷ്യനായിട്ട് അതിന് പ്രൊമോഷൻ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ ബുക്കുകൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ ഈ ബുക്കുകൾ ഓരോ വ്യക്തികളുടെ കയ്യിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ആനിമൽ ലൈഫിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ശരിക്കും. അപ്പോൾ അങ്ങനത്തെ വ്യക്തികളെ കൂടി ഉദ്ധരിക്കാനുള്ള ഒരു അവസരമാണ് ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലൂടെ ഓരോ വ്യക്തികളും ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ ഓരോ വ്യക്തിയുടെ കയ്യിൽ എത്തുമ്പോൾ നമ്മൾ നോക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതം ജസ്റ്റ് ഒരു ഇന്ദ്രവ്യക്തി മാത്രമാണ് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ നമുക്ക് ഇന്ന് ശീലപ്രഭുപാദിൻ്റെയും ഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തി വളർത്തിയെടുക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണോ ഈ ഒരു യജ്ഞം നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരു ഫയർ സാക്രിഫൈസ് പോലെ തന്നെയാണ് സങ്കീർത്തന യജ്ഞം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാക്രിഫൈസ് ആണ് എന്ന് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബുക്കുകൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പശു മനുഷ്യനായിട്ട് മാറുന്നത്, അതുപോലെ തന്നെ ഈ ബുക്കുകൾ സാധാരണ ഒരു വ്യക്തിയെ ഇന്ദ്രവ്യക്തിയിൽ അകർന്ന ഒരു വ്യക്തിയെ ശരിയായിട്ടുള്ളൊരു ഭഗവാന്റെ ഭക്തനായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സാക്രിഫൈസായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മുടെ വിറകാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബുക്ക് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി അതും ഒരു മരത്തിൽ നിന്ന് വരുന്നതാണ് അല്ലേ. മരത്തിനെ നമ്മൾ മുറിച്ചാണ് പേപ്പർ ഉണ്ടാക്കുന്നത്, പേപ്പറിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് മരത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു സിമിലാരിറ്റിയാണ് അദ്ദേഹം ക്ലാസ്സിൽ പറഞ്ഞത്. അതിലൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, നമുക്ക് നമ്മൾ പറയും സമിത് പ്രാണി ശ്രോത്യം ബ്രഹ്മനിഷ്ഠം. അപ്പോൾ സമിത് പ്രാണി എന്ന് പറഞ്ഞാൽ സമിത്ത് പറഞ്ഞൊരു വിറകുണ്ട് ആക്ച്വലി നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. നമ്മൾ ശരിക്കും ദീക്ഷ എടുത്ത ശേഷം ശരിക്കും എന്താ ചെയ്യുന്നത്, ശരിക്കും അന്ന് കാലങ്ങളിൽ നമ്മൾ ഈ ശിഷ്യന്മാരെന്ത് ചെയ്യും, കാട്ടിൽ പോയിട്ട് ഈ സമിത്ത് എന്ന് പറഞ്ഞ വിറക് എടുത്തുകൊണ്ട് വന്നിട്ട് അവർ ഈ ഒരു ആഹുതിയാവുന്നത് യജ്ഞത്തിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗുരുവിന് ഈ സമിത്തിന് കൊടുക്കും. എന്നിട്ട് ഗുരുവാണ് യജ്ഞം ചെയ്യുന്നത്, ഗുരുവിനെ അസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കലിയുഗത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഗുരു ദീക്ഷ സന്ദേശം നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നമുക്ക് സമയത്ത് കളക്ട് ചെയ്ത് കൊണ്ടുകൊടുക്കാൻ സാധിക്കില്ല. അത് അത്രത്തോളം യജ്ഞം നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ഈ യുഗത്തിലാണ് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, സങ്കീർത്തന യജ്ഞമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിലെന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക, അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇതുപോലെ തന്നെ നമ്മൾ ബുക്കുകൾ ഗ്രന്ഥങ്ങളിലൂടെയാണ് നമുക്ക് ആക്ച്വലി ഗുരുവിനെ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എത്രത്തോളം ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സമിത്തിന് വരെ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ബുക്കുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ വിതരണം ചെയ്ത് നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ കൃഷ്ണാവത്തിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ കൃഷ്ണാവത്തിൽ വരുന്ന വ്യക്തികൾ വീണ്ടും എന്ത് ചെയ്യും, അവരും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നൽകാൻ സാധിക്കും. അതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണോ ആ സമിത്ത് നമ്മൾ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ സമിത്ത് തന്നെയാണ് ഇന്ന് ഈ ബുക്കായിട്ട് മാറിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അനോളജി പോലെ വൃക്ഷത്തിൽ നിന്ന് പേപ്പർ വരുന്നതോ അതുപോലെ തന്നെ ഈ ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഒരു ഗുരുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമിത്ത് പോലെ തന്നെയാണ്. അതൊന്നും നമുക്ക് ഇതൊരു വലിയൊരു സേവനം തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ. കാരണം നമ്മൾ പല പ്രസ്ഥാനങ്ങളും കണ്ടിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും ഒരിക്കലും മുന്നോട്ട് പോകാത്ത എന്തുകൊണ്ടാണ്, അവിടെ ഒരു പ്രീച്ചിങ് അല്ലെങ്കിൽ ഒരു നടക്കാത്തതുകൊണ്ടാണ്. ആക്ച്വലി അവരൊരിക്കലും ഈ കാരണത്തിന് ബാക്കിയൊരു കൊടുക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം നമുക്ക് ഇത്രത്തോളം മുന്നോട്ട് വരാനുള്ള മെയിൻ റീസൺ തന്നെ അതിൻ്റെ റീസൺ ബുക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു അവസരമാണ് നമുക്ക് കിട്ടിയ ഒരു കാരുണ്യത്തിന് ബാക്കിയുള്ളവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് സന്തോഷം കിട്ടിയെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെയും കർത്തവ്യമാണ്. കാരണം നമ്മളും ഇവിടെ വരാൻ കാരണം എന്താണ്, ഓരോ ഭക്തന്മാരുടെ കാരുണ്യമാണ്. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് കൂടി കാരുണ്യം കൊടുക്കാനുണ്ടായി. അപ്പോൾ അതിന് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു അവസരമാണ്. ചിലപ്പോൾ നമുക്ക് 365 ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ ഈ ഒരു മാസമെങ്കിലും നമ്മൾ വളരെ എന്തൂസിയസ്റ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു സേവനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗുരുവിൻ്റെയും ശീലപ്രഭുപാദിൻ്റെയും ഭക്തന്മാരുടെയും ആചാര്യന്മാരുടെയും ചൈതന്യമഹാപ്രഭുവിൻ്റെയും രാധാകൃഷ്ണന്മാരുടെയും കാരുണ്യം നേടാനുള്ള അവസരമാണ്. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്ക് ഭഗവാന്റെ കൂടുതൽ കാരുണ്യങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയാണ് ഭഗവാന്റെ ഈ ഒരു സയൻസ് അല്ലെങ്കിൽ ഈ കൃഷ്ണാവബോധം എന്ന ഈ സയൻസിനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, ആ വ്യക്തിയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ശീലപ്രഭുപാദം എന്നൊരു 18-ാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നത്. അതുപോലെ നമുക്ക് ഭഗവാന് പ്രിയപ്പെട്ടവനാണുള്ള ഒരു അവസരമാണ് ഈ ഒരു മാസം. എല്ലാവരും അതുകൊണ്ടാവുന്ന രീതിയിൽ ഈ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുക. അതിലൂടെ കൂടുതൽ വ്യക്തികളെയും കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും കൂടുതൽ സന്തോഷമല്ലേ. നമുക്ക്
കൂടുതൽ ഭക്തന്മാരും കൂടുതൽ സന്തോഷമാണ്, കൂടുതൽ ആൾക്കാർ ഭഗവാനെ പറ്റി പ്രകീർത്തിക്കും. അപ്പോഴാണ് ശരിക്കും നമുക്ക് ലോകത്തിൽ യഥാർത്ഥമായിട്ട് ശാന്തിയും സമാധാനവും സന്തോഷവും നേടാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ടൊരു അവസരമാണ് ഈ ഒരു മാസം. എല്ലാവരും അവർക്കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു ഭഗവത്ഗീത ജയന്തി മാസം ഗീത ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ മാരത്തോണിൽ പങ്കെടുക്കുക, അവർക്കൊണ്ടാവുന്ന രീതിയിൽ പുസ്തക വിതരണം ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന ഈ അസംഗം അല്ലെങ്കിൽ ഈ വരുന്ന ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വളരെ എളുപ്പമായിട്ടും നമുക്ക് അതിൽ നിന്ന് വരാൻ സാധിക്കും. ഭഗവാന്റെ സേവനത്തിൽ എൻഗേജ് ചെയ്യുന്ന വ്യക്തിക്ക് ഡിറ്റാച്ച്മെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ ഭഗവാന്റെ അടുത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ വരും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ മാസത്തിൽ എല്ലാവരും അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ അവരെ കൊണ്ട് വിതരണം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബുക്ക് എടുത്തോ ഇല്ലേ രണ്ടാമത്തെ കാര്യമാണ്, പക്ഷേ നമ്മൾ അവർക്ക് കാരുണ്യം കൊടുക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്രഭു ഈ ക്ലാസ്സിൽ ഹ്യൂമിലിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഹ്യൂമിലിറ്റി, എളിമത്തം, അതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹ്യൂമിലിറ്റി ഉണ്ടെന്ന്. ഭൗതിക ലോകത്തിൽ നമ്മളിപ്പം ഒരു സേവനം ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. സേവനം ചെയ്താലേ ഹമ്പിളായിട്ടിരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൗതിക ലോകത്തിൽ നമ്മൾ ഒരാൾ ഇപ്പം ഈ എക്സാമ്പിൾ ഈ ഒരു ഹാളിലേക്ക് കയറി വരുമ്പം ഈ ഹാളിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച്ഡാണ്, ഈ ഇത് വെച്ച് എല്ലാം വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമ്മളത് ക്ലാസ് കേൾക്കാനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് എന്തിനാണ് ചെയ്യുന്നത്? ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി എക്സ്ട്രാ ആയിട്ട് ചെയ്താൽ ഞാനൊരു അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ? അങ്ങനെയൊക്കെയുള്ളൊരു ഭയം ഉണ്ടാകും. ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാവും, ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഞാനിത് വന്ന് ചെയ്താൽ എന്താവും? അപ്പോൾ അങ്ങനെയുള്ളത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഓൾറെഡി ഒരു ടെമ്പിൾ ഹാളിൽ വന്നു കഴിഞ്ഞ് ടെമ്പിൾ ഹാളെല്ലാം സെറ്റായിരിക്കുന്നു, എല്ലാവർക്കും അവരവരുടെ സർവീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു. എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വരും. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും എനിക്ക് അഹങ്കാരമാണ് എന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തകൾ വരും. പിന്നെ വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ ചെയ്തു, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് തെറ്റ് വരുമല്ലോ, അതിനി ആൾക്കാർ കളിയാക്കും, അങ്ങനെയൊക്കെ തെറ്റും. അങ്ങനെ അതിന് എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ? നമുക്ക് ആക്ച്വലി സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് റിയലി സേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ സേവനം ചെയ്യാനുള്ള അവസരം നമുക്ക് എവിടെ പോലും കാണാൻ സാധിക്കും. അപ്പം പ്രഭു പറഞ്ഞിട്ട് നമ്മൾ സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന സമയത്തല്ലേ അറേഞ്ച്ഡാണ് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സേവനം ചെയ്യാനുള്ള അവസരം ചിലപ്പോൾ ഇല്ലല്ലോ എന്നുള്ള തോന്നൽ നമുക്ക് വരാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടെ വരികയാണ്, ഇപ്പോൾ സേവനം ചെയ്യാനുള്ള അവസരം ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ വന്ന് അതിൽ ഉത്സാഹത്തോടെ പങ്കെടുക്കാനുള്ള കാര്യം കൂടി ഒരു സേവനമാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു കീർത്തനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ശരി, അതും ഒരു സേവനമാണ്. കാരണം ഒരാൾ കീർത്തനം പാടുകയാണ്, അതിനെ ഏറ്റു പാടുന്നതും ഒരു സേവനമാണ്. ഇതിൽ നമ്മൾ ക്ലാസ് കേൾക്കുന്നതും സേവനം, അതിൽ നിന്ന് കേൾക്കുന്ന കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നതും സേവനമാണ്. അതുകൊണ്ട് സേവനത്തിൻ്റെ അവസരം നമുക്ക് നമുക്ക് ഒരു അമ്പലത്തിൽ വരികയാണെങ്കിൽ കൂടി ഒരു അവസരം നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ മേലധികാരിക്ക് ചോദിക്കാം എന്തെങ്കിലും സേവനങ്ങളുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന പക്ഷം അവരെ നമുക്ക് എന്തെങ്കിലും സേവനങ്ങൾ നമുക്ക് പറഞ്ഞു തരും, ഈ സേവനം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ അമ്പലത്തിൽ വരുന്നതും നമ്മൾ തൊഴുതിട്ട് പോകുന്നതും പക്ഷെ അവിടെ വന്ന് എന്തെങ്കിലും ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ ഭഗവാന്റെ കാര്യം കിട്ടുകയാണ്, പക്ഷേ അതേസമയത്ത് നമ്മൾ വന്നൊരു സേവനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൂടി അവിടെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വന്ന് എന്തെങ്കിലും ചെറിയ സേവനം ചെയ്യുമ്പോൾ ഞാൻ അവിടെ വരുന്നത് എൻ്റെ ഒരു കാര്യത്തിന് മാത്രമല്ല, ഞാൻ ഇവിടെ അമ്പലത്തിന് ഭക്തന്മാരും കൂടി ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ഗുണം കൂടി നമുക്ക് ഉണ്ടാവും. ആക്ച്വലി ഭഗവാന്റെ സന്തോഷത്തിൻ്റെയും ഭക്തന്മാരും കൂടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ഗുണം നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ വരികയായിരിക്കും, കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ തെറ്റുകൾ വരുമ്പോഴും നമ്മൾ ഭക്തന്മാരെ നമ്മളത് ശകാരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. കാരണം ഈ സേവനത്തിന് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള രീതിയിൽ നമുക്ക് ഈ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ശകാരിക്കുന്നത്. അല്ലാതെ ഒരു പേഴ്സണലായിട്ടുള്ള ഗ്രജ്ജോ അങ്ങനെയല്ല. കാരണം നീ ചെയ്യുന്നത് തെറ്റാണ്, അവൻ ചെയ്യുന്നത് മാത്രം ശരി, ആ രീതിയിലല്ല. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഭഗവാൻ ഏറ്റവും ബെസ്റ്റാണ് കൊടുക്കേണ്ടത്. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കുന്നത് അവർ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഭഗവാൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ഭക്തന്മാരെ പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വൈസോ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും സേവനം ചെയ്യുമ്പോൾ ഒരു ഭക്തൻ നമുക്ക് അങ്ങനത്തെ ഒരു അഡ്വൈസ് തരുന്ന സമയത്ത് നമ്മളതിനെ എന്താ ചെയ്യുക, നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് ഇതിനെ എന്നെ
ആക്ച്വലി എന്നെ കൂടുതൽ പകർന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സേവനത്തിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എനിക്കൊരു ഉപദേശം തരുന്നത് എന്നുള്ള ഭാഗത്തോടെ നമ്മൾ എടുക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെൻറ്റാലിറ്റിയാണ് കാര്യം. ഇപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്കൊരു ഗസ്റ്റ് മെൻറ്റാലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് മെൻറ്റാലിറ്റി ഉണ്ടാവും. നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റായിട്ട് വരാം, നമ്മൾ വന്നിവിടെ ഇരുന്ന് പ്രോഗ്രാം കേട്ട് തിരിച്ചു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഇന്ന് എത്രത്തോളം വൃത്തിയായിട്ട് സൂക്ഷിക്കാം, ഇവിടെ വരുന്ന ആൾക്കാർക്ക് എത്രത്തോളം കൃഷ്ണാമോദത്തിൽ നമ്മൾ എത്രത്തോളം ശുദ്ധീകരിക്കുന്നു, അത്രത്തോളം ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു പരിതസ്ഥിതി എത്ര ശുദ്ധമാണ്, അത്രത്തോളം കൃഷ്ണാമോദം കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതേസമയത്ത് ഒരു ഹോസ്റ്റ് മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിനെ ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഭക്തൻ എന്തെങ്കിലും ശകാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓപ്പണായിട്ട് ചോദിക്കും. ഞാൻ ഇത് സേവനം ചെയ്തപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ഭക്തനും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയില്ല. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു ഇങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്. കാരണം എത്രത്തോളം ഭക്തന്മാർ നമ്മൾ സേവനങ്ങൾ അനവധി ഉള്ളതാണ്, അമ്പലത്തിലായാലും ശരി ഇവിടെ ആയാലും. അപ്പോൾ അതുപോലെ നമുക്ക് സേവനം ചെയ്യാനുള്ള ആൾക്കാരാണ് പലപ്പോഴും കുറവ്. അപ്പം ഏതൊരു ഭക്തനും ഇപ്പോൾ ഉത്സാഹത്തോട് വരികയാണ് ഞാനൊരു സേവനം ചെയ്യാമെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു അവിടുത്തെ മേലധികാരിക്ക് അല്ലെങ്കിൽ ഒരു സീനിയറായിട്ടുള്ള ഭക്തനോട് ചോദിക്കുക, ഞാൻ എങ്ങനെയാണ് ഇതിന് ചെയ്യുന്നത് ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആൻസർ ഓക്കെ ആണ്. വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. 5 മിനിറ്റ് മാജി സേവനം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. നല്ലൊരു ചോദ്യമാണ് മാജി ചോദിച്ചത്. അതിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന സേവനമാണോ, അതിനാണോ കൂടുതൽ മുൻതൂക്കം, അല്ല പൈസ കൊടുത്ത് ചെയ്യുന്ന സേവനമാണോ മുൻതൂക്കം? നമ്മൾ ചെയ്യുന്ന ഓരോ സേവനവും ഇത് ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള ബോധത്തോടെ ചെയ്യുന്നതാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. ഇപ്പം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തി വലിയൊരു ബെൻസ് കാറിൽ ഇറങ്ങി അദ്ദേഹം 1 ലക്ഷം രൂപ ഭഗവാൻ അവിടെ കൊടുത്തിട്ട് പോകാതിരിക്കാം. അപ്പോൾ അതേ സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് കോടികൾ ഉണ്ടാവായിരിക്കും. അപ്പോൾ അതേ സമയത്ത് ഒരു വ്യക്തി ചിലപ്പോൾ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് വലിയൊരു കാര്യമായിരിക്കും. അദ്ദേഹം അവിടെ കൊണ്ടിട്ടിട്ട് അദ്ദേഹം പോകായിരിക്കും. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ കാണിക്കും ഞാൻ ഇത്രയും പൈസ കൊടുക്കുകയാണെന്ന് ചിന്തയായിരിക്കും. പക്ഷേ അതേ സമയത്ത് വേറൊരു വ്യക്തിയുടെ വീട്ടിൽ ചിലപ്പോൾ 1000 രൂപ ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് അദ്ദേഹത്തെ അപേക്ഷിച്ച് ഒരു 100-200 രൂപയും കൊടുക്കുന്നത് വെച്ചാൽ വലിയൊരു കാര്യമാണ് ഭഗവാൻ സേവനത്തിൽ. അപ്പോൾ ആ എത്രത്തോളം സ്നേഹത്തോടെ അദ്ദേഹം സമർപ്പിക്കുന്നു, സമർപ്പണ ബോധമാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഭഗവാൻ നോക്കുന്നത് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നതല്ല, നമ്മൾ എത്രത്തോളം ബാക്കി വിൽക്കുന്നുള്ള കാര്യമാണ് ഒരു വ്യക്തി നോക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മുടെ മനോഭാവമാണ് ഭഗവാൻ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം കൊടുത്തു അത് കൊടുത്തു നമ്മൾ അങ്ങനെ ഭൗതികമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ശരിക്കും നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ സേവനമാണ് ശരി, അത് ഇത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ബോധത്തോടെ നമ്മൾ ചെയ്യുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള സേവനം. അതാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മൾ ചിലപ്പം ഭക്തന്മാരോ അവരോ പലതും പറയാതിരിക്കാം, പക്ഷെ നമ്മൾ നോക്കേണ്ടതാണ് ഞാൻ ഭഗവാൻ എന്താണ് എനിക്ക് സന്തോഷം, എനിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുകയാണ്, അത് ഞാൻ ഫോളോ ചെയ്യും. ഞാൻ ചെയ്യുന്ന സേവനം ബാക്കിയുള്ളവരെ തടസ്സപ്പെടുത്താത്ത രീതിയിലും അതേസമയത്ത് ബാക്കിയുള്ള ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിലും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള സേവനമായിട്ട് മാറും. നമ്മുടെ മനോഭാവമാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ മാസം വരികയാണ്. അത് വരുമ്പോഴും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പുസ്തക വിതരണം ചെയ്യുന്നതാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത്. അപ്പോൾ അപ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോവാണ്. നമ്മൾ ഇന്നലെ എല്ലാവരും ചേർന്ന് പോയി പത്മനാഭ അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്സാഹം ഉണ്ടാവും, ഒരുപാട് സന്തോഷമുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മനോഭാവവും ഇത് അതേ സമയത്ത് എല്ലാ ഭക്തന്മാരുടെ സഹകരണത്തോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമുക്ക് കിട്ടുക. ആക്ച്വലി കാരണം ഭഗവാൻ നോക്കുന്നത് നമുക്ക് കിട്ടുന്ന സന്തോഷം മാത്രമല്ല, അതേ സമയത്ത് ബാക്കിയുള്ളവർ കൂടി നമ്മൾ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെയും തടസ്സപ്പെടുത്താത്ത രീതിയിൽ ചെയ്യുന്ന സേവനമായിരിക്കും ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ആൻസർ ക്ലിയർ ആണ്. എന്തെങ്കിലും ലക്ഷ്യം श्रीमद् भगवद गीता की, श्रील प्रभुपाद की, श्रील प्रभुपाद बुक मैराथन की।